അധ്യായം 63. വർമ്മ കുറുപ്പിനെ കൊണ്ട് സ്പെഷ്യൽ പായസം ഉണ്ടാക്കിച്ച് വരുണും കീർത്തിക്കും നൽകുന്നു. ഉത്തേജനമുണ്ടാക്കുന്ന മരുന്നുകൾ ചേർത്തതായിരുന്നു അത്. അനിശ്ചിതമായ ഭാവിയോർത്ത് വരുൺ കീർത്തിയിൽ ഒരു കുഞ്ഞുണ്ടാവാൻ ഭയക്കുന്നുവെന്ന് സഞ്ജു വർമ്മയെ അറിയിക്കുന്നു. രാത്രിയിൽ വരുണിന് വയറുവേദന ഉണ്ടാവുന്നു. കീർത്തി അത് മാറ്റാൻ മുത്തശ്ശി വൈദ്യം പരീക്ഷിക്കുന്നു. വർമ്മയുടെ പായസത്തിന്റെ എഫക്റ്റ് രണ്ടാളും അനുഭവിക്കുന്നു. കീർത്തി വരുണുമായി ഒന്ന് ചേരാൻ ശ്രമിക്കുന്നു. വരുൺ കീർത്തിയെ തടയുന്നു. കീർത്തി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. നിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലടാ. നിനക്കറിയില്ല, ഞാനിപ്പോ ഈ ലോകത്തെ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഈ നിമിഷത്തിനാ. പക്ഷെ മോളെ, ഞാനിത് എങ്ങനെയാ നിന്നോട് പറയാ? എന്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാ ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. സോറിയടാ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. വരുൺ പറയുന്നതിന് കീർത്തി ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. എനിക്കൊന്നും കേൾക്കണ്ട വരുൺ. ഇയാള് പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഡിവോഴ്സ് വേണമെന്നല്ലേ? ഞാൻ സമ്മതിക്കില്ല വരുൺ. ഇയാളെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാനത് സഹിച്ചോളാം. അതിനുവേണ്ടി എന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും ഞാൻ ഇയാളെ വിട്ട് പോവില്ല വരുൺ. എന്നോട് അത് മാത്രം പറയല്ലേ പ്ലീസ്. കീർത്തിയുടെ അപേക്ഷ കേട്ട് വരുണിന്റെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. അവന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. വാട്ട്? കീർത്തി, ഡിവോഴ്സോ? നിന്നോട് ആരാ ഈ വിഡ്ഢിത്തം പറഞ്ഞ? ഞാൻ ഈ കാര്യമെല്ലാം നിന്നോട് പറയാൻ വന്നത്. ഇനി മേലാൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു പോരുത്. നീ എന്നെ സ്നേഹിക്കുന്നതിന്റെ 100 ഇരട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെ ഒരു നിമിഷം പിരിഞ്ഞിരിക്കുന്നത് പോലും എന്നെ കൊല്ലുന്നതിന് സമമാണിപ്പോ. എന്നോടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ടുകൊടുത്തുകൊണ്ടൊരു ജീവിതം ഈ വരുണിനില്ല. എന്റെ അമ്മയ്ക്കും സഞ്ജുവിനും അപ്പുറം എന്നെ ഈ ലോകത്ത് സ്നേഹിക്കുന്ന ഒരേ ഒരാൾ നീയാ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നിന്നെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല. വരുണിന്റെ വാക്കുകൾ കേട്ട് കീർത്തി അവനെ അവിശ്വസനീയതയോടെ നോക്കി. സത്യാണേ പറയുന്നത്. ഞാൻ ഒരുപാട് പേടിച്ചുപോയി. അതാ ഇങ്ങനെയൊക്കെ പെരുമാറിപ്പോയെ. സോറി വരുൺ, ഞാൻ ഇനി ഇങ്ങനെ ഒന്നും പറയില്ല. കീർത്തിയുടെ എക്സ്പ്രഷൻ കണ്ട് വരുണിന് പാവം തോന്നി. തന്നെ പിരിയേണ്ടി വരുമോ എന്ന അവളുടെ ഭയമാണ് അവൾക്കെന്ന് അവന് മനസ്സിലായി. താൻ ഇനി പറയാൻ പോകുന്നത് അവൾ എങ്ങനെ എടുക്കുമെന്ന് അവന് സംശയം ഉണ്ടായിരുന്നു. വരുൺ അവളുടെ കൈകളിൽ പതിയെ പിടിച്ചു. വരുണിന്റെ മുഖത്തെ ഗൗരവം കണ്ട് കീർത്തി ചോദിച്ചു, എന്താ വരുൺ? ഇയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ. കീർത്തി, ഞാൻ ഇനി പറയാൻ പോകുന്നത് നിന്നെ സങ്കടപ്പെടുത്തുന്ന ഒന്നാ. പക്ഷെ ഞാൻ പറയുന്നത് അതിൻ്റെതായ ഗൗരവത്തിലെടുത്ത് നീ എന്റെ കൂടെ തന്നെ നിൽക്കണം. എനിക്ക് പ്രോമിസ് ചെയ്തതാ എന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന്. വരുൺ പറയുന്നത് കേട്ട് സീരിയസ് ആയ എന്തോ ഒന്ന് അവന്റെ ഉള്ളിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവന് വേണ്ടി എന്ത് പ്രോമിസ് കൊടുക്കാനും അവൾ ഒരുക്കമായിരുന്നു, അവനെ പിരിയുന്നതൊഴിച്ച്. പ്രോമിസ്? വരുൺ പറയുന്നത് എന്തും ഞാൻ അനുസരിക്കാം. പറ, എന്താ വരുണിന് പറയാനുള്ളത്? നിന്നെ തനിച്ചാക്കി എനിക്കിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ. കാരണം എല്ലാ വശത്തുനിന്നും ശത്രുക്കളും നമ്മളെ കീഴടക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നേരിട്ടിറങ്ങാതെ ഒന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എത്രയും പെട്ടെന്ന് എല്ലാം തീർത്ത് ഞാൻ തിരിച്ചു വരും. പക്ഷെ എപ്പോഴാ അത് ഉണ്ടാവുക എന്നെനിക്ക് പറയാൻ പറ്റില്ല. കുറച്ച് സമയം എടുക്കും എന്ന് മാത്രം അറിയാം. അതുവരെയും നീ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. നീ അല്ലാതെ മറ്റൊരു പെണ്ണെന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കണോ അതോ എന്നെ വിട്ടു പോകണോ എന്നുള്ളത് ഇനി നിന്റെ ചോയ്സാ. വരുണിന്റെ സ്നേഹനിർഭരമായ വാക്കുകൾ കേട്ട് കീർത്തിയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൾ വരുണിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇയാൾക്ക് വേണ്ടി ഈ ഒരായുസ് മുഴുവൻ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. എനിക്കറിയാം നമ്മുടെ അവസ്ഥയെപ്പറ്റി. എല്ലാത്തിൽ നിന്നും ഒരു മോചനം തേടിയ ഇയാള് പോകുന്നെന്നും എനിക്കറിയാം. എത്ര കാലം എടുത്താലും ഈ കീർത്തി വരുണിനായി കാത്തിരിക്കും. എന്റെ മരണം വരെയും അതിന് മാറ്റം ഉണ്ടാവില്ല. പ്രോമിസ്. കീർത്തിയുടെ പ്രോമിസ് കേട്ട് വരുണിന്റെ മനസ്സ് നിറഞ്ഞു. അവൻ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരും കുറച്ചുനേരം മിണ്ടാതിരുന്നു. കീർത്തി തിരിഞ്ഞ് കണ്ണുകൾ സ്കാർഫ് വെച്ച് കെട്ടി ലൈറ്റ് ഓഫാക്കി വരുണിനോട് ചേർന്ന് കിടന്നു. ആ മുറിയിൽ ഇരുവരുടെയും നിശ്വാസം മാത്രം ഉയർന്നു കേട്ടു. വരുണിന് ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. കീർത്തിയുടെ ശരീരത്തിലെ ഇളം ചൂടും അവളുടെ വിയർപ്പിന്റെ ഗന്ധവും അവനെ മത്തു പിടിപ്പിക്കുന്നതായിരുന്നു. വർമ്മയുടെ മരുന്നിന്റെ ഫലമായി അവന്റെ ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. കീർത്തിയും അതേ അവസ്ഥയിലായിരുന്നു. ഇരുവരുടെയും ശരീരം എന്തിനൊക്കെയോ കൊതിച്ചു. ശാരീരികമായി ഉണ്ടാകുന്ന മാറ്റം അറിഞ്ഞ് കീർത്തി വരുണിൽ നിന്ന് അകന്ന് തിരിഞ്ഞു കിടന്നു. അവളുടെ ശരീരത്തിലെ ചൂട് അകന്നു പോയത് വരുണിന് സഹിക്കാനായില്ല. അവൻ അവളെ ആ നേർത്ത വെളിച്ചത്തിൽ നോക്കി. അവളുടെ ആകാര വടിവുകൾ അവന്റെ നിയന്ത്രണം തെറ്റിക്കുന്നതായിരുന്നു. അവൻ അവളെ അരക്കെട്ടിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. അവന്റെ വിരലുകൾ അവളുടെ മാർദ്ദവമായ വയറിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി. അത് അവനിലേക്കുള്ള ക്ഷണമായി കീർത്തിക്ക് തോന്നി.
അവൾ തിരിഞ്ഞവന്റെ ചുണ്ടുകൾ കവർന്നു. വരുണും അത് ആഗ്രഹിച്ചിരുന്നു. അവൻ ആ ചുംബനം ഏറ്റെടുത്തു. വരുണിന്റെ കണ്ണുകൾ അവളുടെ ആ ശരീരത്തിന്റെ ഓരോ കോണിലൂടെയും പാഞ്ഞു നടന്നു. അവൻ അവളുടെ ഉടലിൽ മുഖമമർത്തി. അടുത്ത നിമിഷം അവരിൽ ശേഷിച്ചിരുന്ന വസ്ത്രം പോലും അപ്രത്യക്ഷമായി. പതുക്കെ ഒരു കാറ്റ് പോലെ അവൻ അവളെ തഴുകി തലോടി അവളിലേക്ക് പടർന്നു കയറി. പതുക്കെ നീണ്ട ചുംബനങ്ങൾ കൊണ്ട് അവൻ അവളെ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയി. കാറ്റിന്റെ വേഗം കൂടി. അവളെ ഉലച്ചുകൊണ്ട് അവളെ തളർത്തിക്കൊണ്ട് അവൻ ആകെ അവളിൽ വീശിയടിച്ചു. കീർത്തിയുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവൾ ആകെ തളർന്നു പോയിരുന്നു. പക്ഷേ അവൻ ശക്തമായി തന്നെ അവളിലേക്ക് പടർന്നു. അവന്റെ ചലനം വർദ്ധിക്കുമ്പോൾ അവൾ പിടഞ്ഞുകൊണ്ടിരുന്നു. അറിയാതെ പലവട്ടം ഉച്ചത്തിൽ അവൾ അവന്റെ പേര് വിളിച്ചു. സ്ഥലവും കാലവും അറിയാത്തൊരു ലോകത്തായിരുന്നു അവൾ. അവൾ അവന്റെ ദേഹ തള്ളിപ്പിടിച്ചു. വരുൺ ഒരു കൊടുങ്കാറ്റായി രൂപം പ്രാപിച്ചു. അവസാനം തളർന്ന് അവൻ അവളിലേക്ക് വീണു. അവർക്ക് ചുറ്റും കിതപ്പിന്റെ ശബ്ദം മാത്രം. കണ്ണൊന്നു തുറക്കാൻ പോലും ശക്തിയില്ലാതെ കീർത്തി തളർന്നു കിടന്നു. വരുൺ അവളെയൊന്ന് നോക്കി. കണ്ണുകൾ മൂടിക്കെട്ടി ഭംഗിയുള്ള ശില്പം പോലെ ചുവന്നു തുടുത്ത് അന്ന് വരെയും കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരിയായി അവളെ ആ കാഴ്ചയിൽ അവന് തോന്നി. പരസ്പരം പുണർന്നും നുകർന്നും ആ രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ നിദ്ര പൂകി. സഞ്ജു രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഹാളിൽ വർമ്മ ഇരിക്കുന്നത് കണ്ടു. അവൻ അങ്ങോട്ട് ചെന്ന് സോഫയിലിരുന്നു. അയാൾ വളരെ ഹാപ്പിയായി കാണപ്പെട്ടു. കുറുപ്പേട്ടൻ അവർക്ക് ചായ കൊടുത്തു. വർമ്മ ആസ്വദിച്ച് ചായ കുടിക്കാൻ തുടങ്ങി. അത് കണ്ട് സഞ്ജു കളിയാക്കി ചോദിച്ചു, എന്താണ് മുത്തശ്ശ, ഭയങ്കര ഹാപ്പി ആണല്ലോ. യുദ്ധം ജയിച്ചു വന്ന രാജാവിന്റെ പോലെ ഉണ്ടല്ലോ ഈ ഇരിപ്പ്. അതേടാ, ഞാൻ വിചാരിച്ചു എന്റെ രാജതന്ത്രം വിജയം കണ്ടു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സമയം ഇത്രയായിട്ടും വരുണിന്റെ യാതൊരു വിവരവും ഇല്ലല്ലോ. അവൻ എഴുന്നേറ്റിട്ടേ ഇല്ലെന്നാ തോന്നുന്നത്. കീർത്തിയേയും കാണാനില്ല. സഞ്ജുവിന്റെ പരിഹാസത്തിന് അയാൾ മറുപടി പറഞ്ഞു. അത് കേട്ട് സഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവനെ കാണാനില്ലെന്നും പറഞ്ഞ് ഓവറായിട്ട് സന്തോഷിക്കാനൊന്നും നിൽക്കണ്ട. 2-3 ദിവസമായി ഉറക്കമില്ലാത്ത ജോലിയിലായിരുന്നല്ലോ അവൻ. ചിലപ്പോ അതായിരിക്കും അവൻ എഴുന്നേൽക്കാത്തത്. പിന്നെ വരുണിന്റെ സ്വഭാവം വെച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കാൻ യാതൊരു ചാൻസും ഇല്ല. വെറുതെ മോഹിച്ച് സങ്കടപ്പെടാൻ നിൽക്കണ്ട. കാരണം ഇന്റിമേറ്റ് ആവാൻ എത്ര ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ആ പാവം കീർത്തി എത്ര വട്ടം ട്രൈ ചെയ്തു, നോ ഫലം. ഇനി നിങ്ങളുടെ രാജതന്ത്രം ഫലിക്കോ എന്ന് കണ്ടറിയാം. സഞ്ജു പറയുന്നതിന് അയാൾ തലകുലുക്കി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, കാണാനൊന്നുമില്ല. വരുൺ എഴുന്നേറ്റ് വരുമ്പോഴറിയാം നിനക്ക് എന്റെ പവർ. അപ്പോഴും ഇതുപോലെ തന്നെ കളിയാക്കാൻ മറക്കണ്ട. ഏയ്, ഈ കാര്യത്തിൽ നിങ്ങൾ ജയിക്കണമെന്ന് തന്നെയാ എന്റെ ആഗ്രഹം. പക്ഷെ വരുണിനെ ആലോചിച്ച ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഈ വക കാര്യങ്ങളിലൊക്കെ അവനൊരു പേടിത്തൊണ്ടനാ. കീർത്തി അടുത്ത് ചെന്നാ പേടിച്ച് ഓടുന്നവനാണവൻ. നിങ്ങളുടെ മരുന്ന് മിക്കവാറും പാളിപ്പോയിട്ടുണ്ടാവാനാണ് ചാൻസ്. നീ അവനെ വെറുതെ കളിയാക്കാനൊന്നും നിക്കണ്ട. രാജരക്തം. അതുകൊണ്ട് ഒന്നിനും തോക്കില്ല. വേണേ കണ്ടോ. അവർ പരസ്പരം വരുണിനെ കുറിച്ച് പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരുന്നു. മുകളിൽ വരുൺ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവൻ ആകെ നിരാശനായിരുന്നു. ആകെ വെപ്രാളത്തിലായിരുന്നു അവൻ. അവിടെ കണ്ട ജോലിക്കാരനോട് വരുൺ ചോദിച്ചു, സഞ്ജു താഴെയുണ്ടോ? ജോലിക്കാരൻ എന്തെങ്കിലും മറുപടി കൊടുക്കുന്നതിന് മുന്നേ ധൃതിയിൽ വരുൺ താഴേക്കിറങ്ങി. മുകളിൽ നിന്ന് തന്നെ അവൻ കണ്ടിരുന്നു ഹാളിൽ വർമ്മയോടൊപ്പം ഇരിക്കുന്ന സഞ്ജുവിനെ. വരുൺ വേഗം വന്ന് സഞ്ജുവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അടുത്തുള്ള റൂമിലേക്ക് കയറ്റി വാതിലടച്ചു. സഞ്ജു വരുണിനെ ആകെ ഒന്ന് നോക്കി. വരുൺ ആകെ തകർന്നതുപോലൊരു അവസ്ഥയിലായിരുന്നു. സഞ്ജു അവനെ അടുത്തുള്ള കസേരയിലേക്ക് പിടിച്ചിരുത്തി. എന്നിട്ട് ചോദിച്ചു, എന്താടാ പറ്റി? നീ ആകെ ഡിസ്റ്റർബ്ഡ് ആണല്ലോ. എല്ലാം ഓക്കെ അല്ലേ? വരുൺ ഇല്ലെന്ന ഭാവത്തിൽ തലയാട്ടി. എന്നിട്ട് പരിഭ്രമത്തോടെ പറഞ്ഞു, കീർത്തിക്ക് വയ്യെന്ന് തോന്നുന്നു. എഴുന്നേൽക്കുന്നില്ല. പനിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ചൂടുണ്ട്. വരുൺ ടെൻഷൻ അടിക്കുന്നത് കണ്ട് സഞ്ജു അവനെ ആശ്വസിപ്പിച്ചു. എടാ, ഒരു ചെറിയ പനിക്ക് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം. എന്നാലും പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ഒരു പനി വരാനുള്ള കാരണം എന്താവോ? അത് കേട്ടതും വരുൺ മടിച്ചുകൊണ്ട് പറഞ്ഞു, അത് പിന്നെ ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റിയടാ. സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നതല്ല. ബട്ട് പറ്റിപ്പോയി. ഇനി അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. വാട്ട്? എന്താ നീ പറഞ്ഞേ? വരുൺ പറഞ്ഞത് കേട്ട് സഞ്ജു ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അവൻ ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നില്ല. വരുൺ ഇന്നലെ സംഭവിച്ചതൊക്കെയും സഞ്ജുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സഞ്ജു വരുണിനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു മോനെ, ഇതാണ് ഞാൻ നിന്നോട് കുറച്ച് ഇറോട്ടിക് നോവലുകളൊക്കെ വായിക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ഡ്രാമയെങ്കിലും കാണാൻ പറയുന്നത്.
എന്നാ പിന്നെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാലോ. വരുണ് സഞ്ജു പറയുന്നതൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവൻ സഞ്ജുവിനെ അന്തം വിട്ട് നോക്കി. നീ നിന്റെ വലിഞ്ഞ കോമഡി നിർത്ത് സഞ്ജു. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ള? എടാ പൊട്ട, അങ്ങനെയുള്ളതീന്നല്ലേ നമ്മളെ പോലെയുള്ള അവിവാഹിതരായവർക്ക് കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാവുന്നേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ പേര് സഞ്ജു എന്നാ, അല്ലാതെ സെക്സ് എഡ്യൂക്കേഷൻ എൻസൈക്ലോപീഡിയ എന്നല്ല. ഞാനും ഒരു കന്യകനാ. പിന്നെ കുറച്ച് സാമാന്യ ബോധം ഉള്ളത് കൊണ്ട് നീ എന്ത് ചോദിച്ചാലും ഉത്തരം പറയാൻ പറ്റുന്നു. ആദ്യം കളിയാക്കിയെങ്കിലും സഞ്ജു വരുണിന്റെ സംശയങ്ങൾക്കൊക്കെ അവന് തൃപ്തിയാകുന്ന തരത്തിൽ ഉത്തരം കൊടുത്തു. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? നിന്റെ പരാക്രമത്തിന്റെ ഫലമായി 2 ദിവസം അവൾക്ക് കുറച്ച് ക്ഷീണമൊക്കെ കാണും. അതൊക്കെ ഇതിന്റെ ഭാഗമാ. വെറുതെ ടെൻഷൻ അടിച്ച് മറ്റുള്ളവരെ അറിയിച്ച് അവളെ നാണം കെടുത്താൻ നിൽക്കണ്ട. പിന്നെ ഇനി മുതൽ അവൾക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ലെവല് തന്നെ മാറും. ഇതുവരെയും ഭാര്യ എന്നൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി മുതൽ നിന്റെ മുഴുവൻ അധികാരവും അവൾക്കായിരിക്കും. സഞ്ജു വരുണിന് അവൻ അറിയാവുന്നതൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ശേഷം ഹാളിലേക്ക് വന്നു. വരുൺ വർമ്മയെ ശ്രദ്ധിക്കാതെ വേഗം സ്വന്തം റൂമിലേക്ക് മടങ്ങി. സഞ്ജു വർമ്മയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവ് അങ്ങനെ ഈ യുദ്ധവും ജയിച്ചു. ഇനി മനസ്സറിഞ്ഞ് സന്തോഷിച്ചു. വർമ്മ സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചു. വരുൺ ബെഡിനരികിലെത്തി കീർത്തിയെ കണ്ണിമയ്ക്കാതെ നോക്കി. അവളുടെ അധരങ്ങൾ പതിവിലധികം ചുവന്നിരുന്നു. ദന്തക്ഷതങ്ങൾ അവളുടെ കഴുത്തിലും ശരീരത്തിലും നീലിച്ചു കാണാനുണ്ടായിരുന്നു. അത് കണ്ട് അവൻ ഭയന്നില്ല. കാരണം അത് തന്റെ സ്വന്തം പ്രവൃത്തിയാണെന്ന് വരുണിന് അറിയാമായിരുന്നു. സഞ്ജുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കിക്കുകൾ, ഇണയുടെ സ്നേഹമുദ്രണങ്ങൾ. അവൻ പതിയെ അവളോട് ചേർന്ന് കിടന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അതോടെ കീർത്തി ഉറക്കമുണർന്നു. അവനെ കണ്ടതും അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ചു. എന്നിട്ട് അവന്റെ കാതോരം പതുക്കെ പറഞ്ഞു, ഐ ലവ് യു. അവൾ അത് പറഞ്ഞതും വരുൺ അവളെ ഒന്നുകൂടെ നെഞ്ചോട് മുറുകെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ കാതിലും ഐ ലവ് യു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പരസ്പരം എത്ര ചേർന്നിട്ടും അവസാനിക്കാത്ത ഇഷ്ടത്തോടെ അവർ ഒന്നായിക്കൊണ്ടിരുന്നു. വർമ്മയോട് സംസാരിച്ച ശേഷം മുകേഷ് വിളിച്ചിട്ട് സഞ്ജു താഴെ സെക്യൂരിറ്റി ഓഫീസർമാരുടെ അടുത്തേക്ക് ചെന്നു. മുകേഷ് എന്താണ് പറയാൻ പോകുന്നതെന്ന് സഞ്ജുവിന് അറിയാമായിരുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ സഞ്ജു ഒരുക്കമല്ലായിരുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വരുൺ സാർ നാളെ തന്നെ ഇവിടെ നിന്ന് യാത്ര തിരിക്കണം. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുള്ളൂ. സാർ പോവാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. നോ മുകേഷ്, വരുൺ ഇപ്പോ ഇവിടെ നിന്നും എങ്ങോട്ടേക്കും വരാൻ പറ്റില്ല. അവൻ അവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലാണ്. അത് തകർത്തുകൊണ്ട് ഒന്നിനും ഞാൻ സമ്മതിക്കില്ല. സഞ്ജുവിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. പക്ഷെ വരുൺ സാർ ഇന്നലെ എന്നോട് പറഞ്ഞത് എല്ലാം റെഡിയാക്കാനാ. സാറിന്റെ തീരുമാനം മാറ്റാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. സഞ്ജു ഒന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങളിൽ ആരെയും അവിടെ എത്തിയേ പറ്റൂ. വരുണിന്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ റെഡിയാ. ഈ സമയം കീർത്തിയെ വേർപിരിയുന്നത് വരുണിനെ മെന്റലി വല്ലാതെ ബാധിക്കും. നേരിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ കേൾക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അവനെ ഇവിടെ നിർത്താൻ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ഞാൻ അതെങ്ങനെയെങ്കിലും ചെയ്തിരിക്കും. അത് പറയുമ്പോൾ സഞ്ജുവിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവം മിന്നിമറിഞ്ഞു. വരുൺ കീർത്തിയെ വിട്ടു പോകുമോ? വരുണിനെ അവിടെ നിർത്താൻ സഞ്ജു പ്ലാൻ ചെയ്യുന്നത് എന്താണ്? കീർത്തിയുടെ ഭാവി എന്താകും?